സ്കിൽ നമ്പർ 2 കൺസിസ്റ്റൻസി. എല്ലാവർക്കും ലൈഫിൽ പെട്ടെന്ന് സക്സസ് ആവണം. ഓല് തുടങ്ങണ ഫസ്റ്റത്തെ ബിസിനസ് തന്നെ സക്സസ് ആവണം. അല്ലെങ്കിൽ ഓർക്ക് കിട്ടിയ ഫസ്റ്റത്തെ ജോലി തന്നെ ഫസ്റ്റത്തെ മന്തിൽ തന്നെ ഓർക്ക് 1 lakh സാലറി വേണം. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ പോലെ. ബട്ട് ഇവിടെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അത്ര പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റൂല. മേ ബി നിങ്ങൾ അത്ര പെട്ടെന്ന് ഒരു 1 year കൊണ്ടോ അല്ലെങ്കിൽ 6 months കൊണ്ടോ സക്സസ് ആയാൽ തന്നെ അതിനൊരു ലോങ് ടേം എബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള സംഭവം അതിലുണ്ടാവില്ല. നിങ്ങൾ ഈ വേൾഡിൽ സക്സസ് ആയ ഏതൊരാളെടുത്ത് നോക്കിയും ഓലൊക്കെ ആ ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടേക്ക ഓല എത്രയോ ഇയേഴ്സ് ഓഫ് കൺസിസ്റ്റന്റ് ആയ വർക്ക് കൊണ്ടേ കാരണം. നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിരുന്ന് മാത്രം നിങ്ങൾ ലൈഫിൽ സക്സസ് ആവില്ല. കൺസിസ്റ്റൻസി പറയണത് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ട കുറെ എലമെന്റ് ഒറ്റ എലമെന്റ് മാത്രമാണ് ഈ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാർ ഓടണമെന്നുണ്ടെങ്കിൽ അതിന് 4 ടയർ വേണം. അതിൽ ഒരു ടയർ പോയാൽ എന്തായി കാറിന്റെ വേഗത കുറഞ്ഞു, അല്ലെങ്കിൽ മേ ബി കാർ ഓടൂല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സക്സസ് ആവാൻ കുറെ എലമെന്റ് നമ്മൾ യൂസ് ചെയ്യണം. ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ നമ്മളെ കുറെ ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ച് പഠിച്ച് അങ്ങനെ കുറെ നമ്മളെ ഹാർഡ് വർക്ക് ചെയ്ത് ടാലന്റ്, ഇങ്ങനെ കുറെ സംഭവങ്ങളത്തെ അതിൽ ഒറ്റ എലമെന്റ് മാത്രമാണ് കൺസിസ്റ്റൻസി. ബട്ട് കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് സക്സസ് ആവാൻ പറ്റുമോ? അതും ഇല്ലേനും. നിങ്ങൾക്ക് കൺസിസ്റ്റൻസിനെ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് ദി പവർ ഓഫ് കൺസിസ്റ്റൻസി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി.